ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൈബർ കിഡ്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കും നമ്മുടെ ഫോണിൽ ഫോട്ടോസും വീഡിയോസൊക്കെ കാരണം പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളാവുകയാണ്, അതുപോലെ തന്നെ ക്ലൗഡിലൊക്കെ ബാക്കപ്പ് ചെയ്യാനാണെങ്കിൽ പൈസ കൊടുക്കണം, അപ്പോൾ ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞു വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ₹1 പോലും ചിലവില്ലാതെ നമ്മുടെ ഫോട്ടോസ് നഷ്ടപ്പെടാതെ തന്നെ സ്റ്റോറേജ് സേവ് ചെയ്യാനുള്ള ഒരു ട്രിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ഫോണിൽ എല്ലാവരുടെ ഫോണിലുണ്ടാവും ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ ഗൂഗിൾ ഫോട്ടോസ് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഏകദേശം 2010 മുതലുള്ള ഫോട്ടോസ് എൻ്റെ ഫോണിൽ അവൈലബിൾ ആണ്. എന്താ വെച്ചാൽ ഞാനിപ്പോൾ അടുത്ത് ഫോൺ മാറ്റിയിട്ടേ ഉള്ളൂ, എന്നിരുന്നാലും എനിക്ക് ആ ഫോട്ടോസ് കംപ്ലീറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സീക്രട്ട് തന്നെയാണ് ഞാൻ എല്ലാ ഫോട്ടോസും എൻ്റെ ഗൂഗിൾ ഫോട്ടോസിലേക്ക് ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് നമ്മൾ പുതിയ വാട്സപ്പിലൊക്കെ ഒരു പുതിയ സമ്പ്രദായം വന്നിട്ടുണ്ട്. അതായത് കുത്തിപ്പൊക്കൽ എന്നാണ് എൻ്റെ പേര്. അതായത് നമ്മൾ പഴയ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇപ്പോൾ കൊടുത്തിട്ട് നാറ്റിക്കുക, അതാണ് പരിപാടി. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് നമ്മളെ ക്ലൗഡ് ആൻഡ് അക്കൗണ്ട്സ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ അക്കൗണ്ട്സിൽ പോയതിന് ശേഷം നമുക്ക് ഒരുപാട് അക്കൗണ്ട്സ് കാണാൻ പറ്റും. അതിൽ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ ഓൾറെഡി സൈൻ ചെയ്തിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ട്സ് നമുക്കവിടെ കാണാൻ പറ്റും. അതിൽ നമ്മൾ ഏത് അക്കൗണ്ടാണോ ചൂസ് ചെയ്യുന്നത് ബാക്കപ്പ് ചെയ്യാൻ, ആ അക്കൗണ്ട് ഓൾറെഡി സിങ്കർണൈസേഷൻ ഇനേബിൾ ചെയ്തിട്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് സിങ്ക് ഓൺ ചെയ്യുക. അതിനുശേഷം ഇനിയിപ്പോൾ നമ്മുടെ അക്കൗണ്ട് അതിലില്ല എങ്കിൽ ജസ്റ്റ് ആഡ് അക്കൗണ്ട് കൊടുത്തിട്ട് നമ്മൾ നോർമൽ ഒരു പ്ലേ സ്റ്റോറിനൊക്കെ വേണ്ടിയിട്ട് ജിമെയിൽ അക്കൗണ്ട് സെറ്റ് ചെയ്യുന്നത് പോലെ ജസ്റ്റ് സെറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരെ ഗൂഗിൾ ഫോട്ടോസ് എന്ന ആപ്ലിക്കേഷൻ എടുക്കുക. അതിൽ സെറ്റിങ്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കതിൽ ബാക്കപ്പിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ബാക്കപ്പ് ആൻഡ് സിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും എൻ്റെ ഇമെയിൽ ID ഇവിടെ ഓൾറെഡി ചൂസനാണ്. പോരാത്തിന് ഞാൻ ബാക്കപ്പ് ഓൾറെഡി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ബാക്കപ്പ് മോഡ് സെലക്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്താൽ നമുക്കവിടെ 3 മോഡ്സാണ് കാണാൻ പറ്റുക. അതിൽ 3ഉം വേറെ വേറെ ടൈപ്സാണ്. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് കൊടുക്കണം. ഇതിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഹൈ ക്വാളിറ്റി എന്ന് പറയുന്നൊരു മോഡാണ്. ഇതിനെന്താ ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോസ് ഏകദേശം 16 മെഗാ ആയിട്ട് കംപ്രസ് ചെയ്യും. അത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അൺലിമിറ്റഡ് ഫോട്ടോസ് നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. പിന്നുള്ളത് ഒരു എക്സ്പ്രസ് എന്ന് പറഞ്ഞ മോഡാണ്. ഇതിൽ നമുക്ക് നമ്മുടെ ഫോട്ടോസൊക്കെ 3 മെഗാ ആയിട്ട് ചെയ്യും. അപ്പോൾ ക്ലാരിറ്റി അത്യാവശ്യം കുറയും, അതുകൊണ്ടാണ് ഞാൻ ഹൈ ക്വാളിറ്റി ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നുള്ളത് ഒറിജിനൽ ക്വാളിറ്റിയാണ്. അതായത് നമ്മൾ എടുത്ത ഫോട്ടോസിൻ്റെ സെയിം ക്വാളിറ്റി തന്നെ അപ്ലോഡ് ചെയ്യും. പക്ഷേ അതിന് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഏകദേശം 15 GB ആണ് നമുക്കിവിടെ സ്റ്റോറേജ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ കൂടുതൽ വേണമെങ്കിൽ ഏകദേശം 100 GB-ക്ക് ₹130 വെച്ച് ഓരോ മാസം നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി ആണ്. ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഹൈ ക്വാളിറ്റി. പിന്നെ ഒറിജിനൽ ക്വാളിറ്റി ഒക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം നല്ല രീതിയിൽ തന്നെ നമുക്ക് മൊബൈൽ ഡാറ്റ കൺസപ്ഷൻ ഉണ്ടാവും. പിന്നെ നമുക്കിവിടെ സെൽ ഡാറ്റ യൂസേജ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി 1.5 GB ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അൺലിമിറ്റഡ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം നല്ല രീതിയിൽ തന്നെ നെറ്റ് ചിലവാകും. അപ്പോൾ ഇതിൽ നമുക്ക് ഡെയിലി ലിമിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ആണെങ്കിൽ 5 MB അല്ലെങ്കിൽ 10 MB 30 MB ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡാറ്റ ലിമിറ്റ് റീച്ച് ആയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് സ്റ്റോപ്പ് ആവും. പിന്നെ നമുക്കിവിടെ ബാക്കപ്പ് ഡിവൈസ് ഫോൾഡേഴ്സ് സെലക്ട് ചെയ്യാം. അതായത് നമ്മൾ ഏതൊക്കെ ഫോൾഡേഴ്സാണ് ബാക്കപ്പ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് വേണ്ട ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് ബാക്കപ്പ് ചെയ്യേണ്ട ഫോട്ടോസ് കൊണ്ടുപോയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഫോട്ടോസും ബാക്കപ്പ് ആയിക്കോളും. പിന്നെ നമ്മൾ എല്ലാതും സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം നമുക്ക് ഡാറ്റ കൺസപ്ഷൻ വരും. പക്ഷേ നമുക്ക് സ്റ്റോറേജ് ലിമിറ്റ് റീച്ച് ആവുന്ന പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മൾ ഹൈ ക്വാളിറ്റിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കവിടെ കാണാൻ പറ്റും 100 GB ഫോർ 130 പെർ മന്ത്. അതായത് 100 GB-ക്ക് നമുക്ക് ₹130 ഒരു മാസം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഹൈ ക്വാളിറ്റി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് നമ്മൾ ഫ്രീ അപ്പ് ഡിവൈസ് സ്റ്റോറേജ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി ബാക്കപ്പ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗൂഗിൾ ഫോട്ടോസിലേക്ക് അപ്ലോഡ് ആയിട്ടുള്ള എല്ലാ ഫോട്ടോസും നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എടുത്ത് കാണാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ഫോൺ സ്റ്റോറേജിൽ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഏകദേശം എൻ്റെ ഫോണിൽ 3.7 GB എനിക്കിപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. ഇനി എനിക്ക് വേണമെങ്കിൽ ആ ഫോട്ടോസ് ഫുൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും എൻ്റെ ഗൂഗിൾ ഫോട്ടോസിൽ അത് ഫോട്ടോസൊക്കെ എനിക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് സിമിലർ ഫേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഓരോരുത്തരെയും ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോരുത്തരുടെയും ഫേസ് വെച്ച് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ആരുടെയെങ്കിലും ഫോട്ടോസ് പെട്ടെന്ന് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അവരുടെ പേര് ജസ്റ്റ് എൻ്റർ ചെയ്യുക, എന്നിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഫേസുള്ള ആൾ ഏതൊക്കെ ഫോട്ടോയിലുണ്ടോ നമുക്ക് ആ ഫോട്ടോസ് കംപ്ലീറ്റ് ഗൂഗിൾ നമുക്ക് അലൈൻ ചെയ്ത് തരും.
അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഒരാളുടെ ഫോട്ടോ കിട്ടണമെങ്കിൽ ജസ്റ്റ് അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. അത് വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഫീച്ചറാണത്. പിന്നെ നമുക്കവിടെ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്കിപ്പോൾ നമ്മളെ ഡിവൈസിൽ പുതിയ ഫോൾഡേഴ്സോ അല്ലെങ്കിൽ പുതിയ ഫോട്ടോസൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ബാക്കപ്പ് ചെയ്യണോ എന്ന് നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് നമ്മളോട് ചോദിക്കുക. അതാണ് നോട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ സജഷൻ മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നുണ്ട്. അതായത് മെമ്മറീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഏപ്രിൽ 15th ആണെങ്കിൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ 15th എന്തായിരുന്നു എന്നുള്ള ഒരു മെമ്മറി നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് എന്നും ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പോലെ കാണിച്ചു തരും. അതാണ് മെമ്മറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൂഗിൾ ഫോട്ടോസിൻ്റെ സെറ്റിങ്സ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഡിവൈസ് ഫോൾഡേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ഡിവൈസ് ഫോൾഡേഴ്സൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് ഏതൊക്കെ ബാക്കപ്പ് ചെയ്യണമെന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഫോട്ടോ സ്കാൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിലീറ്റ് ആയി പോയ ഫോട്ടോസൊക്കെ റിക്കവർ ചെയ്യാനും പറ്റും. പിന്നെ ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ ഫേസ് റെക്കഗ്നിഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ഫേസ് കാണാൻ പറ്റും. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും അതുപോലെ തന്നെ ഞാനെടുത്ത ഫോട്ടോസൊക്കെയാണ്. ഇത് നമുക്ക് എല്ലാവരുടെയും പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ ഇനി ആരുടെയെങ്കിലും പേര് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫേസുള്ള എല്ലാ ഫോട്ടോസും നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് കൊണ്ടുതരും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ എൻ്റെ ഫേസാണ് സെലക്ട് ചെയ്തത്. ഇതിലിപ്പോൾ ഞാനുള്ള എല്ലാ ഫോട്ടോസും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഏതൊരാളുടെയും ഫോട്ടോ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. കൂടാതെ നമുക്ക് സ്ക്രീൻഷോട്ട്സ്, ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ നോട്ട്സ് എല്ലാം നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ഫോട്ടോസിൻ്റെ സെർച്ച് ബാറിൽ നമ്മൾ എൻ്റർ ചെയ്തത് നമുക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സെർച്ച് ഫീച്ചർ വളരെയധികം അക്യുറേറ്റ് ആണ്. നമുക്ക് എന്താണോ വേണ്ടത് അത് ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേ വേണ്ടുള്ളൂ. പിന്നെ നമുക്കിവിടെ ഏത് അക്കൗണ്ടിലാണ് നമ്മൾ ഫോട്ടോസ് ബാക്കപ്പ് ചെയ്ത് വെക്കേണ്ടതെന്നുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഏത് അക്കൗണ്ട് വേണമെങ്കിൽ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പിന്നീട് നമ്മൾ എടുക്കുന്ന ഫോട്ടോസൊക്കെ ആ ഒരു അക്കൗണ്ടിലേക്കാണ് ബാക്കപ്പ് ആവുക. പിന്നെ ഇവിടെ നമുക്ക് ബാക്കപ്പ് കംപ്ലീറ്റ് ആയ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യാം. അപ്പോൾ 2010 മുതലുള്ള ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നുള്ളതിന് ഇപ്പോൾ ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കിവിടെ ഷെയറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത ഫോട്ടോസൊക്കെ വേറെ ഒരു അക്കൗണ്ടുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡിവൈസസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്തിട്ടാൽ നമ്മൾ ഒരു ഫോണിൽ എടുക്കുന്ന ഫോട്ടോസ് നമുക്ക് മറ്റു ഫോണുകളിലും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറെ നമുക്ക് എക്സ്റ്റൻഡർ വഴി സെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ മറ്റേ ഫോണിലെടുത്ത ഫോട്ടോസൊക്കെ നമുക്ക് ഇതിലും കാണാൻ പറ്റും. അതാണ് ഷെയർ ലൈബ്രറി എന്ന് പറയുന്ന ഓപ്ഷൻ. പിന്നെ നമുക്കിവിടെ ആൽബംസും അതുപോലെ തന്നെ ഫോർ യു എന്ന് പറയുന്ന ഓപ്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ആൽബംസിൽ നമുക്ക് നമ്മുടെ ഡിവൈസ് ഫോൾഡേഴ്സും അതുപോലെ തന്നെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് വരിക. പിന്നെ ഫോർ യു എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ എടുത്ത ഫോട്ടോസൊക്കെ ഗൂഗിൾ ഫോട്ടോസ് ഒന്ന് സ്റ്റൈലൈസ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് കൊളാഷ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ആനിമേഷൻ, അതുപോലെ തന്നെ ആൽബംസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്നത്. പക്ഷേ ആരും അറിയാതെ പോകുന്നതും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഈസ് സൈബർ കിഡ് സൈനിങ് ഔട്ട്.